முடியாது. ചുമ്മാ ഇരി. അവക്ക് ഇഷ്ടമില്ല പിന്നെ നിർബന്ധിക്കുന്ന എന്തിനാ? നീ സമ്മതിക്കില്ല. എന്നെ കൊന്നാലേ കല്യാണത്തിന് സമ്മതിക്കില്ല. എനിക്ക് അയാളെ ഇഷ്ടമല്ല. പിന്നെ உன்னை கட்டுறதுக்கு யாரடி வரப்போறான்? குதிரை மேல ஏறி பெரிய மகாராஜா வரப்போறானோ? ஏய், இது எங்க குடும்ப பிரச்சனை. இத நீ தலையிடாதே. பாத்தியாயா அதுக்குதான் பொண்ணு அடிச்சு வளர்க்கணும்னு சொல்றது. നീ ഇതിന്റെ ഇടയിൽ മാറി. നീ ഒറ്റ ഒരുത്തി ഇവിടെ ഇത്രയും വഷളാക്കിയത്. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാനൊന്ന് അയച്ചു വിട്ടപ്പോ കടിഞ്ഞാനും പൊട്ടി ചോടാൻ നോക്ക. ചുട്ടുകളയും ഞാൻ. ഇങ്ങ് വാടി. എടി ഇങ്ങ് വരാൻ. പക്ഷെ அடிக்கக்கூடாது. அப்படியா நான் கல்யாணத்துக்கு சம்மதம்னு சொல்லு. சொல்ல மாட்டேன். சொல்ல மாட்டியா நீ? അവളിപ്പം വരുന്നില്ല. താമ്പ ഉറങ്ങാൻ നോക്ക്. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാതെ ഞാൻ ഇന്ന് ഉറങ്ങുന്ന പ്രശ്നമില്ല. എന്താടി കഴിഞ്ഞു? കൗണ്ടയുടെ ചിങ്കടയില്ലേ കൊല്ലിയ ഒരുത്തൻ. അവനെ കെട്ടാൻ ഞാൻ സമ്മതിക്കണമെന്ന്. എനിക്ക് ഇഷ്ടമല്ല അയാളെ. ഒന്ന് പറ. അവക്ക് ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് താൻ? അവളുടെ ഇഷ്ടം ഇഷ്ടക്കെടുന്ന് നോക്കുന്ന ഞാനാ. ഇവിടെ വാടി. അയച്ചു വന്നാ എന്നൊന്നും പണ മുടിയാതെ. ഈ രാമയ്യൻ പളനില് വന്ന് എവിടെ നാടാച്ചു വെള്ളം അടിച്ചോണ്ട് പാതിരാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ അടിച്ച് പല്ലിയാൻ കുടിക്കും. കളിക്കുന്നുണ്ടോ? അപ്പടിയാണോ? ഓക്കെ. എന്നാ പിന്നെ സാറ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. ഞാനും സാറുമായിട്ട് എന്താ പ്രശ്നമുള്ളത്? ഉറങ്ങിയോ? അവൾ എന്താ സമ്മതിക്കാത്തെ? ആര്? കാവേരി എന്താ കല്യാണത്തിന് സമ്മതിക്കാത്തെ? ആഹാ, നീ ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്ക. അല്ലേലും അവനെ കെട്ടാൻ ആരാടി സമ്മതിക്കുക? നീ കണ്ടിട്ടുണ്ടോ അവനെ? ഇവിടെ ഈ കുതിരവണ്ടിയൊക്കെ വാടകയ്ക്ക് പോകുന്നൊരു കൗണ്ടറുണ്ട്, പളനിയപ്പൻ. അയാളുടെ ശിങ്കിടിയ ഒരു കൊഞ്ചു പോലെ. അവളുടെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ആവോ? ഓ, അവളുടെ മനസ്സിൽ ആരുണ്ട്? വേൽമുരുക, മുത്തോ, നീ എന്താ സ്വപ്നം കാണ? കള്ളം പറയണ്ട. ഈ പ്രായമൊക്കെ കിടന്നാ ഞാനും ഇവിടം വരെ എത്തിയത്. ഞാൻ പൂവാങ്ങിന്റെ കണക്കൊന്ന് മനസ്സിൽ കൂട്ടി നോക്കിയായിരുന്നു. ഇങ്ങോട്ട് നോക്കി. മുട്ടത്തലെ ചന്ദനവും പൂശി ചായക്കടയുടെ മുമ്പിൽ മാമാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണ്. എന്നെ നീ കണക്ക് കൂട്ടി പറ്റിക്കല്ലേ. നിന്റെ മനസ്സ് മാമൻ അറിഞ്ഞൂടെ? ഒക്കെ നടക്കും. നീ ഭഗവാനോട് പ്രാർത്ഥിക്കും. ആണ്ടവാ. ജോസണ്ണന്റെ അടുത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു കൊന്നു കളഞ്ഞേനെ. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ കൈയും കാലും കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന പപ്പിനി പറയണേ. അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. അതിനുള്ള ധൈര്യം ഒന്നും ഇവിടെ ആർക്കും ഇല്ല. ആഹാ, ഇവിടെ ഇങ്ങനെ നിന്ന് വാചം അടിക്കാനല്ലാതെ നേരത്തെ ചോദിക്കാനുള്ള ധൈര്യം ഇല്ലല്ലോ. ആർക്ക്? എനിക്കോ? എനിക്ക് രാമയ്യനെ പിടിക്കുന്ന കാര്യം എന്താ? എന്താ പറഞ്ഞേ? രാമയ്യനോ? എന്താ രാമയ്യെന്ന് വിളിച്ചാ? നിന്റെ അപ്പൻ ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വിളിക്കാലോ. വരുന്നു എന്റെ അപ്പൻ. വിളിക്കേ. വിളിക്കട്ടെ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കേ. രാമയ്യോ, രാമയ്യോ. யாரது? யாரு? ആരടാ? രാമയ്യ, വേണ്ട, ഒളിച്ചു കളിക്കണ്ട. എന്റെ അരയിൽ ബെൽറ്റിപ്പിളുണ്ട്. എന്നെ ആരെ ഏമാത്തണ്ട. രാമയ്യോ, രാമയ്യ, ആരടാ? ഇറങ്ങി വേണ രാമയ്യ, ഇറങ്ങി വരാൻ. രാമയ്യോ, ഇവിടെ വരാനാ പറഞ്ഞത്. രാമയ്യ, ഉടമ്പിൽ ധൈര്യം എന്റെ മുന്നാടി വന്ന് വിളിയുടെ ചോപ്പനി. രാമയ്യ, நீ தானா? ராமையா, எங்க வீட்டு பிள்ளைல எம்ஜிஆர் வர்ற மாதிரி வர்றீங்க? ஆமாண்டா, ஆமாண்டா. நான் எம்ஜிஆர், நீ நம்பியார். நில்லாங்க, கொலை பண்ணுவேன். என்ன இவருக்கு பைத்தியம் பிடிச்சு போட்டா? பைத்தியம் உன்ன அப்பாவுக்கடா. என்ன பொண்ணு உனக்கு கல்யாணம் பண்ணி கொடுக்குமா? நில்லாங்க.
நான் உங்ககிட்ட பைசா வாங்கியிருக்கவே மாட்டேன். ஆனா இதுதான் முதல் வியாபாரம். அம்மாவுடைய கை நீட்டம். உங்களை பார்த்தா மகாலட்சுமி மாதிரி இருக்கு. என்ன அழகு, என்ன கலரு, തക്കാളി പഴം மாதிரி തല തളർന്നിരിക്കീങ്ക. എൻ കണ്ണേ പൊട്ടണം പോലെ ഇருக்கு. ഇതിനേക്കാളും കളർ ഉണ്ടായിരുന്നതാ കല്യാണത്തിന് മുമ്പ്. എന്റെ നിറം കണ്ടിട്ടാ ജോസുട്ടിച്ചാൻ എന്നെ കെട്ടിയത് തന്നെ. ആ நீங்க இங்கே இருங்கம்மா, ഇനി ഊർക്ക് പോവാതിങ്ങമ്മ. അയ്യോ പോവാതെ പറ്റില്ല. നാട്ടിൽ ഒരുപാട് പറമ്പുണ്ടേ. പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ തന്നെ വേണം. പശുക്കള്, ആടുകള് എല്ലാത്തിനും നോക്കാൻ ആളുണ്ട്. എന്നാലും നമ്മുടെ ഒരു കണ്ണില്ലെങ്കിൽ ശരിയാവും. പിന്നെ പുള്ളിക്കാരന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നെ കാണാണ്ട് ഉറക്കം വരില്ല. அப்படியா? அப்ப நீங்க ஊருக்கு எப்ப கிளம்புறீங்க? எப்ப ஊருக்கு திருச்சு போகும்? கிறிஸ்மஸ் கழிஞ்சு. உங்களை பார்க்க முடிஞ்சது என்னோட பாக்கியம். பப்பினோட ஊர் எங்க? பெரிய நாய்க்கம்பட்டி இல்ல, அதுதான் எங்க ஊரு. ஆனா நான் அங்க போக மாட்டேன். நான் ஒருத்தரை காதலிச்சு அவரோட ஊரை விட்டு ஓடி வந்துட்டேன். அவரு என்ன விட்டுட்டு போயிட்டாரு. அப்புறம் தான் இவரை கட்டிக்கினேன். ഒരു ഭാര്യയും കൊച്ചുമൊക്കെ ഉള്ള ആളെ കെട്ടണത് പാവമില്ലയാ? ஏமா அத கேக்குறீங்க? எல்லாம் என் தலையெழுத்து. ஆனா அந்த ஜானகியும் காவேரி இல்ல, அவங்கள நீங்க பாவம்னு நினைச்சிடாதீங்க. அவங்க ரொம்ப மோசம். உங்க மனசு கள்ளம் இல்ல மனசு. அதனாலதான் சொல்றேன், அவங்கள நீ நம்பாதே. என் புருஷன் இல்லையா? ஆறு ராமையனா? ஆமா, அவரு ரொம்ப நல்லவரு. குடிப்பாரு, சண்டை போடுவாரு. ஆனா மனசு தங்கமான மனசு. இருந்தாலும் புருஷன் மேல பொண்டாட்டிக்கு எப்போ ஒரு கண்ணு வேணும். ஆம்பளைங்கன்னா சேரு பார்த்தா மிதிப்பாங்க, தண்ணிய பார்த்தா கழுவிடுவாங்க. எந்த ஆணுங்களு செடி கண்டா சவுட்டும், வெள்ளம் கண்டா கழுகும். புரிஞ்சுதா? ஜோசு முதலாளி அப்படிப்பட்ட ஆள் இல்ல. நான் பொதுவா சொன்னேன். ஆண்களை கண்ணை மூடி விசுவசிக்க கூடாது. நம்ம கண்ணு எப்பவும் அவங்க மேல இருக்கணும். இது ஏன் அனுபவம். நேரம் ஆச்சுமா, நான் போயிட்டு வரேன். கீரை கீரை கீரை, அரைக்கீரை, முளைக்கீரை, அவிச்சக்கீரை, கீரை. ஆபீஸ் நேரம் பஸ்ல ஏத்துறானே என்னமோ. நம்ம தான் மாமூல் கீரை கச்சவா. ആഹാ, കറക്റ്റാ പാക്കണേ. സാറേ, എങ്ങനെ എത്തി? കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നാ. ആഹാ, അടിവാരത്തെ ബലൂൺ കൂടെ മുഴുവൻ ഉണ്ടല്ലോ തന്നെ. വാ. വാ. ആ. ഇവിടെ കച്ചവടത്തിന് പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലേ? അയ്യോ, ഉണ്ടോന്നോ? ഇവിടെ ആണുങ്ങളെക്കാ കൂടുതൽ അവരാ. ചേച്ചി, അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് വേണം. എനിക്കും വേണം. അവനോട് കുടിക്കേ ചേച്ചി. എനിക്ക് വേണ്ടാത്തോണ്ടാ. ഇതാ നമുക്കേ 50-50 എടുക്കാം. പിന്നെ എന്തായിരുന്നു ഇങ്ങോട്ട് വരാൻ തോന്നിയേ? തിരിച്ചു പോകാറാകുമ്പോഴേക്കേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ അവസ്ഥ. ഏതായാലും വന്നു നന്നായി. എല്ലാരും കൂടി പുറത്തിറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങുമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ. വേണമെങ്കിൽ കൊടൈക്കനാൽ പോവാം. പറഞ്ഞതുപോലെ കൊടൈക്കനാൽ ഇവിടെ അടുത്താ. ടൂർ പരിപാടി നമുക്ക് അങ്ങോട്ടാക്കിയാലോ? ആ അതെ, കാവേരി ചേച്ചിയും നമ്മളും എല്ലാവരും കൂടെ. നമ്മളോ? നീ വന്നാ പിന്നെ കടയിലാരാ? നീ ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചത്.